നമ്മുടെ വിശിഷ്ടാതിഥിയിൽ ഒരാളായ മുഹമ്മദ് യാസിൻ എത്തിയിട്ടുണ്ട്. കുടുംബമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഉമ്മയും അനുജനും ഒപ്പമാണ് എത്തിയിട്ടുള്ളത്. അവിടെ മുഹമ്മദ് യാസിൻ ഉണ്ട്. മുഹമ്മദ് യാസിന്റെ പ്രത്യേകത ശരീരത്തിന്റെ പരിമിതികളെ എങ്ങനെയാണ് മറികടക്കണമെന്ന് കരുതി നമ്മളിങ്ങനെ വല്ലാതെ വിഷമിക്കുമ്പോൾ നമ്മുടെ യാസിൻ ജീവിതത്തിന്റെ പരിമിതികളെ അതിജീവിച്ച് അപാരമായ എനർജിയോടുകൂടി ഈ ഭൂമിയിൽ ഞാനുണ്ട് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് യാസിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് യാസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുമ്പിൽ വന്നു കഴിയുമ്പോഴേ കാണത്തുള്ളൂ. യാസിൻ മുഹമ്മദ് എല്ലാവരെയും സർഗസന്ധ്യയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയെ മുൻവരിയിൽ ഇരുത്തിയാട്ടെ. തിരുമേനിക്ക് മുൻവരിയിൽ റിസർവ് ചെയ്ത സീറ്റിലേക്ക് ഇരുത്തിയാട്ടെ. ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. അവർക്കും ഇരിക്കാം, ദയവിതിരിക്കാം. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ അനുസരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അതിഥികൾ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് യാസിൻ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഉജ്ജ്വല ബാല്യ അവാർഡ് വിന്നറായിരിക്കുന്ന മുഹമ്മദ് യാസിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മുഹമ്മദ് യാസിൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മത്സരാർത്ഥി, നമ്മുടെ നാടിൻ്റെ അഭിമാനം. കഴിഞ്ഞ പ്രാവശ്യം ഈ വേദിയിൽ ഗാനങ്ങൾ ആലപിച്ചു പോയപ്പോൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചു. ഇപ്പോൾ വളരെ നല്ലൊരു കോമ്പറ്റന്റായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പാട്ടുകൾ ആലപിക്കുന്ന മത്സരാർത്ഥി ദേവനന്ദ രാജീവ്. നമ്മുടെ നാടിൻ്റെ കലാകാരിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കലാസന്ധ്യയിൽ സാന്നിധ്യം കൊണ്ടും അവരുടെ കലാപ്രകടനം കൊണ്ടും നമ്മെ അവിസ്മരണീയമാക്കുന്ന ഉജ്ജ്വല ബാല്യ അവാർഡ് ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിനെയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കുമാരി ദേവനന്ദ രാജീവിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവരെ വിളക്ക് കൺ തുറക്കുമേ ജനുവരി തണുപ്പ് രാത്രിയിൽ. തന്റെ പരിമിതികളെ ഇച്ഛാശക്തിയാലും നിരന്തര പരിശ്രമത്താലും തകർത്തെറിഞ്ഞ് കീബോർഡിൽ വിസ്മയം തീർക്കുന്ന അത്ഭുത ബാലൻ. കീബോർഡ്, ഡാൻസ്, ചിത്രരചന, കഥാരചന, അഭിനയം തുടങ്ങിയ മേഖലയിലെല്ലാം സ്വന്തം മുദ്ര ചാർത്തിയ പ്രതിഭ. 2022 കണ്ണുകൾ കെട്ടി കീബോർഡ് വായിച്ചതിനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. 2022 നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ മികച്ച ബാലപ്രതിഭയ്ക്കുള്ള പുരസ്കാരം. 2023 APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ സംസ്ഥാന ബാലപ്രതിഭാ പുരസ്കാരം. 2023 സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം. 2023 കായംകുളം ഉപജില്ലാ കലോത്സവത്തിലും ആലപ്പുഴ ജില്ലാ കലോത്സവത്തിലും പൂതപ്പാട്ട് എന്ന നാടകത്തിൽ നങ്ങേലിയുടെ മകൻ ഉണ്ണിയായുള്ള വേഷപകർച്ചയ്ക്ക് UP വിഭാഗം ബെസ്റ്റ് ആക്ടർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ നേടിയെടുത്തു. ഫ്ലവേഴ്സ് ടിവിയിലും അമൃത ടിവിയിലും ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ ഷോകളിലും സ്റ്റേജ് ഷോകളിലും ഇതിനകം തന്നെ പങ്കെടുത്തു കഴിഞ്ഞു. മാസ്റ്റർ മുഹമ്മദ് യാസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി കലാപ്രകടനം കാഴ്ചവെക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നല്ല കൈയ്യടിയുടെ മുഹമ്മദ് യാസിനെ സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? യാസിനെ കാണാൻ കഴിയുന്നുണ്ടോ? കണ്ട യാസിൻ കൈപൊക്കി കാണിക്കുന്നത്. നിങ്ങളത് കൈപൊക്കി കാണിച്ചേ ഒരു കയ്യടിയോടെ. താങ്ക് യു യാസിൻ. യാസിന്റെ ഇക്ക ബാപ്പ നമ്മുടെ പിതാവ് ഷാനവാസിക്കയുണ്ട്. ഷാനവാസിക്ക ഒരു വാക്ക് സംസാരിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കീബോർഡ് വായിച്ചോടുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. നമ്മൾ കീബോർഡൊക്കെ വായിച്ച് കണ്ടിട്ടുള്ളത് 2 കൈയിലെ 10 വിരൽ ഉപയോഗിച്ച് വായിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളത്. അതേ കീകളിൽ സെക്കൻഡുകൾക്കുള്ളിൽ പല കീകളിൽ ഒരേ സമയം ഈ 10 വിരലുകൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് സംഗീതം വരിക. കീബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് സ്വായത്തമാക്കാൻ ഇച്ചിരി പാടാണ്. ആ കീബോർഡിൽ ആ 10 വിരൽ ഉപയോഗിച്ചിട്ട് പെർഫോം ചെയ്യുന്ന ആ സമയത്തിലല്ല, അതിനേക്കാൾ സ്പീഡിൽ മറ്റു കീകളിൽ കൈ പോകാതെ മോൻ്റെ വലത്തെ കൈമുട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ
നല്ലൊരു പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. റെഡിയല്ലേ? ആദ്യ ഗാനം വിജയ് ഫാൻസ് എത്ര പേരുണ്ട് ഇവിടെ? ഹായ് കുട്ടികളെ, വിജയ് ഫാൻസ് എത്ര പേരുണ്ട്? ഓക്കെ, വിജയുടെ ഒരു പാട്ടോടെ നമുക്ക് തുടങ്ങാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തില്ലേ? വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ വാരിസ് എന്ന മൂവിയിലെ രഞ്ജിതമേ തുടങ്ങുന്ന ഗാനം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഈ സോങ് വായിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ന് നിലവിലെ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് കീബോർഡിൽ 1 മിനിറ്റിൽ 1200 വട്ടം ഒരേ കീബോർഡ് ഡിഫറൻറ്റ് കീകളിൽ 20-ലേറെ തവണ പ്രസ് ചെയ്തിട്ടാണ് സംഗീതം വരിക. അങ്ങനെ നോക്കുമ്പോൾ 1 മിനിറ്റിൽ 1600-ന് അടുത്ത് വരുന്നുണ്ട്. തുടങ്ങിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് KL08AQ5679 ടാറ്റയുടെ ഒരു വണ്ടി അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. KL08AQ5679 വേഗം അതൊന്ന് മാറ്റി തന്ന് സഹായിക്കണം. ഓക്കെ, ഓവർ ടു മുഹമ്മദ് യാസിൻ. மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற.
കുഴിക്കാല ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ മുഹമ്മദ് യാസിനെ. വൗ, വാട്ട് എ പെർഫോമൻസ്. യാസിൻ, നെക്സ്റ്റ് ഏതാണ് ഒരു പെർഫോമൻസ്? അത് പാലാപ്പള്ളി പാട്ട് എല്ലാവർക്കും അറിയാവോ? കൂടെ പാടുവോ? എനിക്ക് യാസിൻ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്യും. അതിന്റെ കോറസ് വരുന്ന ഭാഗത്ത് കൂടെ പാടണം. റെഡി അല്ലേ? ഓക്കെ അല്ലേ രാജു? റെഡി? ഇവിടെ താഴെ ഇരുന്നാൽ നമ്മുടെ യാസിൻ ഞങ്ങളുടെ സർഗസന്ധ്യ ഒരു ഗംഭീര സംഭവമാക്കിയതിന് ഞങ്ങളുടെ ഒക്കെ സ്നേഹം, ഈ ഇരിക്കുന്ന മുഴുവൻ പേരുടെ സ്നേഹം ഞാനൊരു ഉമ്മയായിട്ടങ്ങ് തരട്ടെ. നമ്മുടെ യാസിന് ഈ സർഗസന്ധ്യ അവിസ്മരണീയമാക്കിയതിന്
ഒരു ഷോൾ അണിയിക്കാൻ പ്രിൻസിപ്പൽ ജിസ്കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ PTA പ്രസിഡന്റ് അനിൽ മാത്യു മുമ്പോട്ട് വന്ന് യാസിന്റെ സഹോദരൻ നമുക്കുണ്ട്, 4ാം ക്ലാസ്സുകാരൻ അൽ അമീനാണ്. അമീനും ഒരു ക്ലാപ്പ്. അവനാണ് നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ.